ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും എല്ലാ എക്സാംസ് അല്ലേ നമ്മുടെ SSLCയിലെ കംപ്ലീറ്റ് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ ബയോളജി എക്സാം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ആദ്യം മുതൽ തന്നെ കോൺസെപ്റ്റ് പഠിച്ച ഒരാൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നൊരു പേപ്പറായിരുന്നു. ആൻഡ് കാരണം നിങ്ങൾ ആ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്വിസ്റ്റാക്കി ഒന്ന് ട്രിക്കി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാൻ പറ്റിയിട്ടില്ലേ മിസ്? തീർച്ചയായിട്ടും എഴുതാൻ പറ്റിയിട്ടുണ്ട്. ആർക്ക് എഴുതാൻ പറ്റി? തുടക്കം മുതൽ നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ആൾക്കാർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. എന്നിരുന്നാലും അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട്, മിസ് ഞാൻ ലാസ്റ്റ് കുറച്ച് സമയങ്ങളിൽ ലാസ്റ്റ് കുറച്ച് മാസങ്ങൾ പഠിച്ചിട്ട് എനിക്ക് നല്ല മാർക്സ് കിട്ടി, ഫുൾ A+ കിട്ടിയെന്നൊക്കെ. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ എണ്ണം ഒരു 2 വർഷം മുമ്പ് പറഞ്ഞ കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ കുറവായിരിക്കും. കാരണം ഒരു 2 വർഷം മുൻപ് വരെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെയായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. കാരണം ഒരു കൊറോണയുടെ ശേഷം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ലാസ്റ്റത്തെ 3 മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചാൽ പോലും നമ്മുടെ ഈ SSLCയിലായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലുള്ള യൂട്യൂബ് ലൈവ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ എക്സാം ഹാളിലെത്തുമ്പോൾ അത് എഴുതണം അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം മിസ് കഴിഞ്ഞില്ലേ, ഇതൊക്കെ എന്തിനാണ് മിസ് ഇപ്പോൾ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളെല്ലാവരും ഇനി അടുത്ത വർഷം +1ലേക്കാണ്. അപ്പോൾ +1ൽ നിങ്ങൾ ഇതേപോലെയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെ പോകരുത് എന്നുള്ളൊരു വാർണിംഗ് തരാനാണ്. ഒരു 5 മിനിറ്റ് മിസ്സിനെ കേൾക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാരണം ചില കാര്യങ്ങൾ എന്താണ്, ചിലപ്പോൾ ചില മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ ചില എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, നമ്മളിങ്ങനെ ഓടിച്ചു വിടുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കുറച്ച് സമയങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീഡിയോയ്ക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് അതേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് മിസ്സ് പറയുന്നത്. ഒരു 5 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ മിസ്സ് പറയണ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. അടുത്ത വർഷം നിങ്ങൾ +1ലേക്ക് വരുന്ന സമയത്ത് ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും മിസ്സ് പറയുന്നതല്ല. നമ്മൾ +1ലേക്ക് വരുന്നു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കണ്ടൻറ്റും എല്ലാം കൂടുതലാണ്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ആവില്ല. ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ലാസ്റ്റ് ഇരുന്ന് എല്ലാം കൂടെ ടെൻഷൻ ആവാന്നല്ലാണ്ട് അതുകൊണ്ട് വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, മിസ്സ് പറഞ്ഞു വരുന്ന മനസ്സിലായി, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ എന്നിട്ട് നല്ല മാർക്സ് വാങ്ങിച്ചോളൂ എന്നല്ലേ മിസ്സ് പറയാൻ വരുന്നത്. അതൊന്നുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ വേറെ എവിടുന്നെങ്കിലും പഠിക്കണം. സ്റ്റാർട്ടിങ് മുതലേ പഠിക്കണം എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അത് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും. അത് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം, ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കാരണം അങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണെന്നുള്ളത്. അതൊന്നും വേണ്ട. നിങ്ങളിതേ നമ്മളുടെ എക്സാമിനറിൻ്റെ ഈ ഒരു ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ +1 ബയോളജി എക്സാം കഴിഞ്ഞതിൻ്റെ പ്രൂഫാണ് ഇവിടെ. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ പോലും അതിൽ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ബോട്ടണിയൊക്കെ ടഫായിട്ടുണ്ട്. പക്ഷേ ആ ബോട്ടണി ടഫായി എന്ന് പറയണത് എന്തുകൊണ്ടാണ്? ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചതുകൊണ്ടാണ്. കാരണം ബോട്ടണിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്വിസ്റ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എന്താണ് ബോട്ടണി? ഒന്നുമില്ല. നമ്മൾ +1ലേക്ക് വരുമ്പോൾ ബയോളജീനെ 2 ബ്രാഞ്ച് ആക്കുന്നുണ്ട്, ബോട്ടണി സുവോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരാണിത് ടഫ് എന്ന് പറയുന്നത്? ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച ആളാണ്. ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല? കോൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതല്ല സ്റ്റാർട്ടിങ് മുതൽ പഠിച്ച നമ്മുടെ ATR മിസ്, സ്നേഹ മിസ് എല്ലാവരും ഉണ്ട്. ലാസ്റ്റ് മിനിറ്റിലല്ലാതെ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് മുതൽ പഠിച്ച ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ പ്രൂഫാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ് ടോപ്പേഴ്സ്, ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള മക്കളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു മാർക്ക് പോലും മിസ്സാവാതെ കംപ്ലീറ്റ് സബ്ജക്ട്സിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള, ഒരു മാർക്ക് മിസ്സായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊന്നും മോശക്കാരല്ല. ഏറ്റവും അടിപൊളി സ്കോർ വാങ്ങിച്ചിട്ടുള്ള 518 വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവർ, എല്ലാ സബ്ജക്ട്സിലും ഫുൾ A+ വാങ്ങിച്ചിട്ടുള്ളവർ, A+ ഇൻ സയൻസ് കിട്ടിയവർ, എബവ് 99% കിട്ടിയത്, എബവ് 98% കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കുട്ടികൾക്ക്
ഒരു ബാച്ചിൽ നിന്ന് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒന്നുമില്ല, സ്റ്റാർട്ടിങ് മുതലേ കറക്റ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിലെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും പവർഫുൾ ഫാക്കൽറ്റി. ഇപ്പോൾ ഫിസിക്സിനാണെങ്കിൽ നമ്മുടെ സ്വന്തം അലക്സ് സാർ ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ദിൽഷ മിസ് ഉണ്ടാവും. മാത്സിനാണെങ്കിൽ നമ്മുടെ അലൻ സാർ ഉണ്ടാകും, അഭയ് സാർ ഉണ്ടാവും, മേഘ മിസ് ഉണ്ടാകും. ആൻഡ് ബയോളജിക്ക് മിസ് ഉണ്ടാകും, ATR മിസ് ഉണ്ടാകും, സ്നേഹ മിസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കെമിസ്ട്രിക്ക് ആണെങ്കിൽ ജസീൽ സാർ ഉണ്ടാകും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ആരൊക്കെ കണ്ടോ അവരൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ അഗ്നി ബാച്ചിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് യൂട്യൂബിൽ ക്ലാസ് കിട്ടില്ലേ, യൂട്യൂബിലെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടില്ലേ? അതാണ് മിസ് ആദ്യം തന്നെ പറഞ്ഞത്. മക്കളെ, യൂട്യൂബിലെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ടൈമിലായിരിക്കും, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇയർ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് മാത്രം നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഇത്രയും കണ്ടൻസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഓക്കെ, നിങ്ങൾ SSLCയിൽ പഠിച്ചതുപോലെ കുറച്ച് എണ്ണം ചാപ്റ്റേഴ്സ് ഒന്നും അല്ല. ഓക്കെ, നമ്മളുടെ ഓണപ്പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും 6-7 ചാപ്റ്റേഴ്സ്. കാരണം ബയോളജിയിൽ തന്നെ +1 19 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് ഓർത്തിരിക്കും? നിങ്ങൾ SSLC ബയോളജിയിൽ 8 ചാപ്റ്റേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് ടോട്ടൽ എങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് മാത്രം ഉണ്ടാകും നിങ്ങൾക്ക് 6-7 ചാപ്റ്റേഴ്സ്. നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും ഇതെല്ലാം? ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ പോയാൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മളുടെ എക്സാമിനാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. നിങ്ങൾക്ക് 7 മണിക്കൂർ ലൈവും 8 മണിക്കൂർ ലൈവും മാരത്തോണും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് ആർക്കാണ് യൂസ്ഫുൾ ആവുക? തുടക്കം മുതൽ പഠിച്ചൊരു കുട്ടിക്ക്. അത് നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. അതല്ലെങ്കിലും നിങ്ങൾ എവിടുന്നെങ്കിലും പഠിക്കണം എന്നാണ് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അല്ലാതെ ഈ വീഡിയോ കണ്ട അപ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാച്ചിൽ ജോയിൻ ആയി പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നല്ലപോലെ പഠിക്കാൻ പറ്റും, ഇതേപോലെ നമ്മുടെ കുട്ടികളെ പോലെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളോട് ഒരേ ഒരു റിക്വസ്റ്റ്, ഫസ്റ്റ് മുതൽ തന്നെ പഠിക്കുക. ഒരു കാരണവശാലും വേറെ ഒന്നിലേക്കും പോകാതെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +1 നിങ്ങൾക്ക് ഏറ്റവും നല്ല അടിപൊളി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള പ്രൂഫാണ് മിസ്സിൻ്റെ പിന്നിലൂടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ കഴിഞ്ഞപ്പോൾ +1 ബയോളജി എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല റിസൾട്ട് എങ്ങനെ ഉണ്ടായി? ഇതിൽ കുറേ കുട്ടികൾ ഈസിയാണെന്ന് പറയുന്നവരുണ്ട്, കുറച്ച് കുട്ടികൾ ടഫാണെന്ന് പറയുന്നവരുണ്ട്, കുറച്ച് കുട്ടികൾ മോഡറേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ഈസി, ടഫ്, മോഡറേറ്റ് ഒക്കെ എങ്ങനെ വരുന്നു? ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേപ്പർ അല്ല കൊടുത്തത്, അവരെങ്ങനെ പഠിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പേപ്പർ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഈസി ആണെന്ന് പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. 27-നുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബുക്ക് സെറ്റ് ഒക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ടാകും. അത് നിങ്ങളുടെ ചോയ്സാണ്. എങ്ങനെയായാലും സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം.